സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. വിശുദ്ധ സത്യവേദ പുസ്തകത്തിലെ ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 64 4-ാം തിരുവചനം. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടു മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ സർവശക്തനായ ഒരേ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രവാചകൻ ഓർത്തെടുക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. ആ സർവശക്തനായ ഒരേ ഒരു ദൈവം, അതെ, ഈ മുഴുപ്രപഞ്ചം സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, ആ ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഈ വചനത്തിൽ പറയുന്നു. നാം പല കാത്തിരിപ്പുകൾ നടത്തുന്നവരാണ്. വാഹനങ്ങൾക്കായി, ജോലിക്കായി, ഭവനത്തിനായി, പരീക്ഷ കഴിഞ്ഞ് വിജയത്തിനായി. ഈ പട്ടിക നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വലുതാക്കാം. വിവിധ കാത്തിരിപ്പുകൾ. രോഗികൾ സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. എല്ലാവരും കാത്തിരിപ്പിലാണ്. ഇവിടെ ഒരു കാത്തിരിപ്പും അതിൻ്റെ അനന്തരഫലവും പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകനിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് ഭൗതികമായ ഏതെങ്കിലും ഒരു വിഷയത്തിനായിട്ടല്ല, പ്രത്യുത സർവശക്തനായ ദൈവത്തിനായി കാത്തിരിക്കുന്ന അനുഭവം. ഇത് കാത്തിരിപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്, ഉത്തമമാണ്. കാരണം ഇത് ദൈവവുമായി, സർവശക്തനായ ദൈവവുമായി ബന്ധപ്പെട്ടതാകയാൽ ഇത് നിലനിൽക്കുന്നതാണ്. ഈ ഭൗമികമായ ഏതൊരു കാത്തിരിപ്പിനും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന നന്മ അശാശ്വതമാണ്, അത് നിലനിൽക്കുന്നതല്ല. എന്നാൽ നിലനിൽക്കുന്ന നന്മ, അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, വരുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവമാണ്. ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ഉപദേശം, ഇന്ന് തിരുവചനം ശ്രവിക്കുന്നവർ വിവിധ ഭൗതിക വിഷയങ്ങളിൽ കാത്തിരിപ്പുകളിലായിരിക്കാം. ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത്, നാം കാത്തിരിക്കുന്ന ഭൗതിക നന്മകൾക്കായിട്ടുള്ള വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. ദൈവമേ, ഞാൻ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി അയക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നാം കാത്തിരുന്നാൽ നമ്മുടെ കാത്തിരിപ്പുകൾ ദൈവപ്രവൃത്തിയായി വെളിപ്പെടുവാൻ ഇടയാകും. ഇങ്ങനെ ദൈവത്തിനായി കാത്തിരുന്ന ഒരു കൂട്ടം പേരെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. അവർ ദൈവത്തിനായി കാത്തിരുന്നതിൻ്റെ ഫലമായി അനേകവിധമായ നന്മകൾ പ്രാപിച്ചു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാവീദ്, മോശെ തുടങ്ങി ഈ പട്ടിക നൂറുകണക്കിനായി, ആയിരക്കണക്കിനായി
നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. ഇവരെല്ലാവരും ദൈവത്തിനായി കാത്തിരുന്നു. ദൈവം അവർക്ക് വേണ്ടി വലിയവ പ്രവർത്തിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് നാം ഭൗതികമായോ ആത്മീകമായോ കാത്തിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവമേ ഒരു ദൈവപ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കാം. അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അതിനായി കാത്തിരിക്കുകയും ചെയ്യാം. ആമേൻ. കാത്തിരിക്കും ഞാൻ, ശക്തിയെ പുതുക്കും കഴുകനെ പോലെ ചിറകടിച്ചുയർന്നിടും. യഹോവയെ കാത്തിരിക്കും ഞാൻ, ശക്തിയെ പുതുക്കും കഴുകനെ പോലെ ചിറകടിച്ചുയർന്നിടും. ഭയന്നിടാതെ, മടിച്ചിടാതെ, തളർന്നിടാതെ ഓടിടും. ഈ യാത്രയിൽ ഞാൻ ക്ഷീണമെന്നെ അനുദിനം ഗമിച്ചിടും. യഹോവയെ കാത്തിരിക്കും ഞാൻ, ശക്തിയെ പുതുക്കും കഴുകനെ പോലെ ചിറകടിച്ചുയർന്നു.